ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ കുക്കിംഗ് പരിപാടിയായിട്ട് വന്നതാണ്. നമ്മുടെ അടുത്ത് കുറച്ച് കോഴിയുണ്ട്. കുറേ ഇപ്പോൾ KFC അടിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പുറത്ത് പോയി കഴിക്കാനുള്ള ഒരു മടിയും പിന്നെ ആരും ഇല്ല, ഒറ്റക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വിചാരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും യൂട്യൂബിൽ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു കോഴിയുടെ കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. ബോൺ പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഒക്കെ ബോണാണ്. നമ്മുടെ തൈസ്, അങ്ങനെ ലെഗ് പീസ് ഉണ്ട്. ലെഗ് പീസ് അങ്ങനെ 2-3 പീസുകളായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബോണുള്ള പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ബോണാണ് ഇഷ്ടം. ബോൺലെസ് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഫുള്ള് ബോണായിട്ടുള്ള പീസുകൾ എടുത്തത്. അപ്പം നമുക്ക് അതിൻ്റെ കുക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇടുന്നുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. നമുക്ക് അതിൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇടാം. ആദ്യം തന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ മോര് അല്ലെങ്കിൽ തൈരോ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയുക, യോഗട്ട് അത് കുറച്ച് വയ്ക്കാം. ഇതിൻ്റെ മെയിൻ സാധനമാണ് യോഗട്ട്. ഓക്കെ, പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇരുന്നാലും കുഴപ്പമില്ല, കാരണം കോഴിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ നല്ലോണം പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ള ലേശം കുരുമുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് നമ്മുടെ മുളക് പൊടി. എനിക്ക് സ്പൈസി ആവുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹോട്ട് സോസും ഉള്ളത് നല്ലതാണ്. ഓക്കെ, നമ്മളെന്താ കാട്ടാ, ഇത് നല്ലോണം മിക്സ് ആക്കുക. ഇതിനോട് ഞാൻ തൽക്കാലം കൊടുക്കണം. ഇതിലൊരു സാധനം കൂടി ഇടാണ്ട്. അതിൽ നമ്മൾ ലേശം ജിഞ്ചർ ഗാർലിക്കിനും പിന്നെ അതേപോലെ ഗ്രീൻ ചില്ലി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്പൈസിയാണ് വേണ്ടത്, നമ്മൾ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലേശം ഇത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിനേഗർ ഒഴിക്കുന്നുണ്ട്. ചിലരൊക്കെ ആപ്പിൾ സിഡാർ വിനേഗർ പറയും. നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് കുറച്ച് മതി. അതായത് കോഴി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എന്താട്ടാ, നമ്മുടെ ചിക്കൻ പീസുകൾ ഇടാം. എണ്ണ ഇടണമെന്നല്ല, ജസ്റ്റ് പായന്ന് 1, 2 പറഞ്ഞ് വന്നു പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഫുള്ള് ബോൺ പീസുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്കിന്ന് ഊരിയിട്ടുണ്ട്. സ്കിന്ന് നമുക്ക് ഇഷ്ടമല്ല. ഇനി നല്ലോണം മിക്സ് എല്ലാ ഭാഗത്തും, അതായത് നമ്മുടെ മിക്സ്ചറിൻ്റെ ഇതിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇതിൽ മിക്സ് ചെയ്ത് വെച്ചതിൽ നന്നായിട്ട് എല്ലായിടത്തും പിടിപ്പിക്കുക. പിന്നെ ഇതിൽ ഞാൻ കോഴിയിൽ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫോർക്കും കൂടെ ഒന്ന് കുത്തിയിട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അത് മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്കും കൂടെ ഓരോ കുത്തും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഫോർക്കോ നൈഫോ അങ്ങനെ എങ്ങനെയാ ചെയ്യാതെ. ഇനി ഇത് നമുക്കൊരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മൂടി വെച്ചിട്ട് നല്ലോണം മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. അപ്പം നമ്മളിനി ബ്രോസ്റ്റഡ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ പൗഡർ കോട്ടിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം എടുക്കുന്നത്, നമ്മുടെ അടുത്തുള്ളത് ഇപ്പോൾ ഓൾ പർപ്പസ് ഫ്ലോറാണ്. അതായത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിടാം കുറച്ച്. നമ്മൾ എത്ര കോട്ടിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു നീളത്തിലുള്ള പാത്രത്തിലാണ് ഇടുന്നത്. തൽക്കാലം 2 കപ്പ് മതിയാവും വിചാരിക്കണം. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇടുന്നത്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാവും. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ പീസ് ഇട്ട് നമുക്ക് ഷേക്ക് ചെയ്ത് എടുക്കാം. അതിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇനി കുറച്ച് മുളക് പൊടി ഇടാം. സ്പൈസി, നമ്മുടെ ഔട്ടർ സ്പൈസി ഇട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ടായി. നമ്മൾ ഓൾറെഡി നമ്മുടെ ചിക്കനിൽ അത്യാവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ
പെപ്പർ പൗഡർ ഇടുന്നുണ്ട് കുറച്ച്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഗാർലിക് പൗഡറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ തൈല്ല അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യണില്ല. ഇത് ഇനി നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ കോട്ടിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു മൂടി ഉണ്ടായിന് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഷേക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തും നല്ല പോലെ ആവും. ഉപ്പും എല്ലാം മിക്സ് ആവട്ടെ. അപ്പം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഷോർട്സിലൊക്കെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് ചീഞ്ചട്ടി എന്താ അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് ആകെ 8 ചീഞ്ചട്ടി ഉള്ളൂ. ഈ ചീഞ്ചട്ടിയിലാണ് നമ്മൾ കറി, മുട്ട പൊരിക്കൽ, കോഴി പൊരിക്കൽ, മീൻ പൊരിക്കൽ എല്ലാം ഈ ചട്ടിയിലാണ്. അതിങ്ങനെ കഴുകലൊക്കെ ഉണ്ട്. അത് ഇല്ലയെന്ന് വിചാരിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ കോഴി മുങ്ങി കിടക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ല ചിലവുണ്ട്. ഇത് മതിയാവും വിചാരിക്കണം. ഇത് മതി. അപ്പം ഇനി എണ്ണ നല്ല ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് പൊരിക്കാടാം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ലേശം ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഐസ് വാട്ടർ എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലോറിൽ ചിക്കൻ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് വാട്ടറിൽ നനച്ച് പിന്നെ ഒന്നുകൂടി ഡിപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ചൂടായ എണ്ണയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് കാര്യം ചെയ്യാം. നമ്മുടെ മാരിനേഷൻ ചെയ്ത ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടാവും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും മസാലയൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പൗഡർ കോട്ടിങ്ങിൻ്റെ പാത്രം, സ്ഥലം പരിമിതിയാണ്. അപ്പോൾ ഫുള്ളൊന്നും കാണിച്ചിരുന്നില്ല. ഒരു 2 പീസ് നമ്മളങ്ങനെ ഇട്ട് കാണിച്ചുതരാം. തൽക്കാലം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചിക്കൻ പീസ് ഇടുന്നു. പിന്നെ ഉള്ളി വെക്കുക. നല്ലോണം ഷേക്ക് ചെയ്യുക. നല്ലോണം ഒന്ന് പിടിക്കട്ടെ. നമുക്കിത് തുറക്കാം. പൊടിയൊക്കെ വാങ്ങും. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പീസ് നല്ല അടിപൊളിയായിട്ട് കോട്ടിങ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇനി ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കോട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താട്ടാ വേണമെങ്കിൽ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ എടുക്കുക. കോട്ടിങ് ഒന്നും തിക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇടുക. ഷേക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കോട്ടിങ് കിട്ടും. ഞാൻ എന്തുകൊണ്ട് എന്തിനാ ഈ കൈ കൊണ്ട് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൊടിയായിട്ട് നമുക്ക് കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ എണ്ണയിലിടാം. ഒരു പീസ് ഇപ്പോൾ തൽക്കാലം കാണിച്ചു തരാം. ഇവിടെ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ പീസ് ഇനി അങ്ങനെ എല്ലാ പീസും ഇട്ടതിന് ശേഷം ഫ്രൈഡ് ചിക്കനായിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിന് കുറച്ച് പണിയുണ്ട്. നമ്മൾ മൂടി വെച്ചിട്ടുണ്ടാക്കുന്നത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് വെന്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്, ക്രിസ്പി ആണോ എന്നുള്ളത്. വേവട്ടെ എന്തായാലും. നമ്മളൊന്ന് മറിച്ചിട്ടുണ്ട്. കണ്ടോ ഏകദേശമൊക്കെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണില്ല. നല്ലോണം കുക്കാവട്ടെ. ഇതുപോലെ ഉണ്ടാവും നമ്മൾ കോട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിട്ടണം. ഫസ്റ്റത്തെ എണ്ണ ഞാൻ ഇവർക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല കോട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഉണ്ടാവും കോട്ട് ചെയ്താൽ. നമ്മളിത് അതിലിട്ടിക്കണം. ഏകദേശം ബ്രോസ്റ്ററിൻ്റെ കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഇത് കഴിക്കുമ്പോൾ കാണിച്ചാൽ എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മുന്നേ ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അത് നമ്മൾ ഇന്ന് ഫ്രഷ് ഉണ്ടാക്കിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡും അതേപോലെ ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനെക്കാട്ടി അടിപൊളി ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ തൽക്കാലം റൂമിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.